ഇനി നോക്കാം ടെക് ലോകത്തെ വാർത്തകൾ. പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ യമഹ ഇലക്ട്രിക് വാഹന രംഗത്തേക്ക് പ്രവേശിച്ചു. EC06, എയറോക്സ് E എന്നീ പേരുകളിൽ 2 പുതിയ സ്കൂട്ടറുകളാണ് കമ്പനി അവതരിപ്പിച്ചത്. 2 മോഡലുകളുടെ വില യമഹ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. 4 കിലോവാട്ട് ഉയർന്ന ശേഷിയുള്ള ഫിക്സഡ് ബാറ്ററി പാക്കിലാണ് EC06 പ്രവർത്തിക്കുക. ഒറ്റ ചാർജിൽ 160 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്കൂട്ടറാണ് വിപണിയിൽ അവതരിപ്പിക്കാൻ കമ്പനി പദ്ധതിയിടുന്നത്. ഈ ബാറ്ററിയുടെ 4.5 കിലോവാട്ട് ഇലക്ട്രിക് മോട്ടോറിന് ശക്തി പകരുന്ന തരത്തിലാണ് ക്രമീകരണം. സ്കൂട്ടർ പൂർണ്ണമായും ചാർജ് ചെയ്യാൻ ഏകദേശം 9 മണിക്കൂർ വേണ്ടിവരും. ഒരു സ്റ്റാൻഡേർഡ് സോക്കറ്റ് വഴി വീട്ടിൽ ചാർജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് സാങ്കേതിക വിദ്യ. ജനപ്രിയ എയറോക്സ് 155ന്റെ ഇലക്ട്രിക് പതിപ്പാണ് എയറോക്സ് E. അതേ സ്പോർട്ടി ലുക്കിൽ ഒരു പുതിയ പവർ ട്രെയിനുമായി സംയോജിപ്പിച്ചാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. എയറോക്സ് E48 NM പീക്ക് ടോർക്ക് നൽകുന്ന 9.5 കിലോവാട്ട് ഇലക്ട്രിക് മോട്ടറും ഉയർന്ന ഊർജ്ജ സെല്ലുകൾ ഉപയോഗിച്ച് 3 കിലോവാട്ട് ഡ്യുവൽ ബാറ്ററി സിസ്റ്റവും ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ബാറ്ററികൾ നീക്കം ചെയ്യാവുന്നതും ഒന്നിലധികം ചാർജിംഗ് ഓപ്ഷനുകളെ പിന്തുണയ്ക്കുന്നതുമാണ്. ഇത് വീട്ടിലും ജോലിസ്ഥലത്തും ചാർജിംഗ് കൂടുതൽ സൗകര്യപ്രദമാക്കുന്നു. പൂർണ്ണ ചാർജിൽ 106 കിലോമീറ്റർ റേഞ്ച് യമഹ അവകാശപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഡംബര കാർ നിർമ്മാതാക്കളായ പോർഷെ ഏറ്റവും പുതിയ മോഡലായ പോർഷെ 911 ടർബോ എസ് ഇന്ത്യയിൽ പുറത്തിറക്കി. പോർഷയുടെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയതും ഹൈടെക് സാങ്കേതിക നിറഞ്ഞതുമായ റോഡ് കാറാണ് പുതിയ മോഡൽ അറിയപ്പെടുന്നത്. പുതിയ 911 ടർബോ എസിൽ പെട്രോൾ എഞ്ചിന് പകരം ഹൈബ്രിഡ് പവർ ട്രെയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3.6 ലിറ്റർ ഫ്ലാറ്റ് 6 ട്വിൻ ടർബോ എഞ്ചിനും ഒരു ഇലക്ട്രിക് മോട്ടോറും ചേർന്നുള്ള സംവിധാനം ഏകദേശം 711 bhp കരുത്തും 800 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് വെറും 2.5 സെക്കൻഡിനുള്ളിൽ 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സഹായിക്കും. അതേസമയം പരമാവധി വേഗത മണിക്കൂറിൽ 322 കിലോമീറ്റർ വരെയാണ്. എക്സ് ഷോറൂം വില 3.8 കോടി രൂപയാണ്. പുതിയ പോർഷെ സ്റ്റാൻഡേർഡ് കൂപ്പെ പതിപ്പിൽ ലഭ്യമാണ്. കൂടാതെ പോർഷെ എക്സ്ക്ലൂസീവായി നൽകുന്ന വ്യക്തിഗതമാക്കിയ രീതിയിലും ലഭിക്കും. ഈ ആഡംബര കാറിന്റെ ഡെലിവറി അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ഡിസൈനിൽ നിരവധി പുതുമകളും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നിൽ പുതുക്കിയ ഡക്റ്റൈൽ സ്പോയിലർ, വശങ്ങളിൽ വലിയ എയർ ഇൻടേക്കുകൾ, പുതിയതായി രൂപകൽപ്പന ചെയ്ത സെന്റർ ലോക്ക് അലോയ് വീലുകൾ എന്നിവയാണ് പ്രധാന ഹൈലൈറ്റുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിളിക്കുന്ന ആളുടെ പേര് കോൾ സമയത്ത് മനസ്സിലാക്കാവുന്ന സംവിധാനവുമായി ട്രായ് എത്തുന്നു. കോളർ നെയിം പ്രസന്റേഷൻ അഥവാ CNAP എന്നാണ് പുതിയ സംവിധാനത്തിൻ്റെ പേര്. 2026 മാർച്ചോടെ എല്ലാ ടെലികോം സർവീസുകളിലും ഈ സംവിധാനം നിർബന്ധമാക്കാൻ ടെലികോം വകുപ്പ് നിർദ്ദേശം നൽകി. ട്രൂ കോളർ പോലുള്ള തേർഡ് പാർട്ടി ആപ്പുകളാണ് നിലവിൽ വിളിക്കുന്നയാളുടെ പേര് പ്രദർശിപ്പിക്കാറ്. എന്നാൽ അതിൽ തന്നെ നമുക്കിഷ്ടമുള്ള പേര് നൽകാൻ സംവിധാനമുണ്ട് എന്നത് അതിന്റെ വിശ്വാസ്യത കുറയ്ക്കുന്നുണ്ട്. എന്നാൽ പുതിയ സംവിധാനം വഴി സിം കണക്ഷൻ എടുക്കുമ്പോൾ നൽകിയ KYC രേഖകളിലെ സർക്കാർ അംഗീകരിച്ച പേരാകും വിളിക്കുന്ന സമയത്ത് മൊബൈലിൽ തെളിയുക. 2026 മാർച്ചോടെ രാജ്യത്തെ എല്ലാ ടെലികോം സർവീസുകളിലും ഇത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം ടെലികോം വകുപ്പ് നൽകിക്കഴിഞ്ഞു. വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനും അനാവശ്യമോ വഞ്ചനാപരമോ ആയ കോളുകൾ ഒഴിവാക്കാനും വേണ്ടിയാണ് ഈ സംവിധാനം നടപ്പിലാക്കുന്നതെന്ന് ട്രായ് വ്യക്തമാക്കുന്നു. 4G, 5G നെറ്റ്വർക്കുകളിൽ ഈ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ ചില നഗരങ്ങളിൽ നടത്തി വിജയിക്കുകയും ചെയ്തു. സ്പാം കോളുകളും തട്ടിപ്പ് കോളുകളും ആൾമാറാട്ടവും തടയാൻ ഇതിലൂടെ സാധിക്കുമെന്ന് ട്രായ് കണക്കുകൂട്ടുന്നു. ഈ സേവനം എല്ലാ ഉപഭോക്താക്കൾക്കും പ്രത്യേകിച്ച് ഒരു അപേക്ഷയും നൽകാതെ തന്നെ ലഭ്യമാകുമെന്നാണ് ട്രായ് അറിയിക്കുന്നത്. അതേസമയം ഈ ഫീച്ചർ ആവശ്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാനുള്ള സൗകര്യം കൂടി നിലവിൽ വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.